ചരമോ? അല്ല, എന്റെ ഫോൺ എടുക്കാൻ വന്നതാ. അമ്മേ, എനിക്ക് അമ്മയോട് സംസാരിക്കണം. നീ എന്നോടൊന്നും പറയണ്ട. കളക്ടറുമായിട്ടുള്ള നിന്റെ വിവാഹം നിശ്ചയിച്ചു. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കും. എനിക്ക് ബാലരാജനെ ഇഷ്ടമാണ്. അന്ന് കളക്ടറെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചപ്പോ അമ്മയുടെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ? അന്ന് ഞാനത് തിരിച്ചറിഞ്ഞില്ല അമ്മേ. ഈ അടുത്തായിട്ട് ഞാനത് തിരിച്ചറിഞ്ഞത്. ഇന്നലെ വന്നവനൊക്കെ നാളെ തിരിച്ചു പോവും. അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒന്നല്ല അമ്മേ. എന്നാ ഞാൻ അവനോട് പറയാം, അവൻ തന്നെ നിന്നെ മറക്കും. അവ മറന്നാലും ഞാൻ മറക്കില്ല. മനസ്സ് നിറയെ അവനാ. ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു. നീ എന്ത് കണ്ടിട്ട് അവനെ സ്നേഹിക്കുന്നേ? അവനൊരു ചെല്ലാക്കാശാണ്. നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. അതും വേണ്ട, അവന്റെ അച്ഛനമ്മമാരോട് ചോദിക്ക്. ദാസേട്ടാ, വരൂ. എന്തു പറ്റി ദാസേട്ടാ? എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. അതിഥിയായിട്ട് വരാൻ പറഞ്ഞപ്പോ വീട്ടിന്റെ ഉടമസ്ഥനായിട്ട് വരിക. ആ, എന്താടാ? ആ വരൂ. എടാ വാ, നടക്ക്. എന്താടാ നീ എന്താ ചെയ്തത്? ഈ വീട്ടിൽ തന്നെ കൈവച്ചോ? നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ്. നമസ്കാരം അമ്മേ. ഇരിക്കൂ. വാ വാ, ഇരിക്ക്. എണീക്കടാ. എടാ ഒന്ന് എണീറ്റ് മാറി നിൽക്കേ. സാരമില്ല, ഇരുന്നോളൂ. ക്ഷമിക്കണം അമ്മേ. ഇരിക്കൂ. ആ ആ ആ ആ. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? അയ്യോ, അതൊന്നും വേണ്ട. ഞങ്ങളോട് എന്തിനാണാവോ വരാൻ പറഞ്ഞേ? നിങ്ങൾക്കറിയാമോ, മരിക്കുന്നതിന് മുമ്പ് ഞാൻ അച്ഛന് വാക്ക് കൊടുത്തിരുന്നു, ഈ നാട് നന്നായി നോക്കിക്കോളാന്ന്. അത് ഞാൻ തെറ്റിച്ചിട്ടില്ല. വാക്ക് മാറ്റാൻ പറഞ്ഞതുകൊണ്ട് ഭർത്താവിനെ വിട്ടിട്ട് വന്നവളാ ഞാൻ. പക്ഷെ വാക്ക് തെറ്റിച്ചിട്ടില്ല. ഇന്ന് ഞാൻ എന്റെ മകളുടെ വാക്ക് കേട്ട് അവളുടെ കല്യാണത്തിന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ആ വാക്ക് ഞാൻ തെറ്റിക്കണമെന്നാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. ചെറുപ്പത്തിൽ രണ്ടുപേരും കളിച്ചുകൊണ്ടിരുന്നപ്പോ കുട്ടികളല്ലേ എന്ന് വിട്ടു. കോളേജിൽ ചുറ്റിക്കറങ്ങുമ്പോ ഫ്രണ്ട്സ് അല്ലേ എന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തപ്പോഴും എനിക്ക് തെറ്റായി തോന്നിയില്ല. പക്ഷേ എന്റെ വീട്ടിൽ എന്റെ മകളെ എന്റെ കൺമുന്നിൽ കെട്ടിപ്പിടിച്ചു നിന്നാൽ അതെനിക്ക് വിട്ടുകളയാൻ പറ്റുമോ? അല്ല, എന്താ പറഞ്ഞു വരുന്നത്? ഇവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എന്നോട് പാവയെ ചോദിച്ചു ഞാൻ കൊടുത്തു. ഇന്ന് ഇവൻ എന്റെ മകളെ ചോദിക്കുന്നത് ഞാൻ കൊടുക്കട്ടെ? പഞ്ചായത്ത് വിളിച്ചുകൂട്ടി ന്യായം ചോദിക്കാൻ ഇത് നാട്ടുകാരുടെ അല്ല, ഇതെന്റെ പ്രശ്നമാണ്. അയ്യോ ദൈവമേ, എടാ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീയൊക്കെ എന്തിനാടാ ജീവിക്കുന്നത്? ഇതിലും ഭേദം മരിക്കുന്നതാ. എന്തിനാടാ ഇങ്ങനെ? ഈ നാട്ടിൽ നിന്റെ മകൻ പല തെറ്റുകളും ചെയ്തു, ഞാൻ പോട്ടേന്ന് വെച്ചു. പക്ഷെ ഇപ്പോ താൻ തോന്നിത്തരം കളിച്ചുകൊണ്ട് നടന്ന ഇവൻ എന്റെ തലയിൽ കയറി കൊത്താൻ നോക്കുക. നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഈ നാട് വിട്ടു പോക്കോളാം. അതെ, ഞങ്ങൾ എവിടേക്കെങ്കിലും പൊക്കോളാം.